ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ആദരണീയനായ എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ എബ്രഹാം തോമസ് അച്ഛൻ, ഈ പ്രയർ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ സ്നേഹിതരുമേ, പ്രിയപ്പെട്ടവരെ, ദൈവ തിരുനാമത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ അഭിവാദനങ്ങളെ അറിയിക്കട്ടെ. വളരെ സന്തോഷപൂർവമായിട്ടാണ് പ്രിയപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ്റെ ഈ ക്ഷണം ഞാൻ സ്വീകരിച്ചത്. അല്പം വൈകി എത്തി, അതിൽ ക്ഷമാപണം. മറ്റൊരു ക്ഷമാപണം കൂടെ ഉണ്ട്. എൻ്റെ പ്രസവം കഴിയുമ്പോൾ നേരത്തെ പോകുന്നു എന്നുള്ള ഒരു ക്ഷമാപണം കൂടെ ആദ്യമേ അറിയിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം, ക്ലർജി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സഭയിൽ പെട്ടെന്ന് സംജാതമാകുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി തിരക്കുകൾ വരുന്നു എന്നത് സ്വാഭാവികമാണ്. അത്തരം ചില തിരക്കുകളുടെ ഭാഗമായിട്ടാണ് വൈകി എത്തിയത്. നേരത്തെ പോകാൻ പരിശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷേ വിശാഖപട്ടണത്തിൽ ഏറ്റ പ്രോഗ്രാം അതേറെ ഭംഗിയായി നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പം സന്നിധനാകുവാൻ തക്കവണ്ണം ഞാൻ പരിശ്രമിക്കുന്നത്. എന്നാലും ഞാൻ ആമുഖ വാക്കുകൾക്കായി അധികം സമയം കണ്ടെത്തുന്നില്ല. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം ഞാൻ ആമുഖമായി രേഖപ്പെടുത്തി. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അല്പസമയം ഞങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വേദചിന്ത വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിൽ നിന്നാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ, വളരെ ജിജ്ഞാസ നിറഞ്ഞ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നത് ആ കാലഘട്ടത്തിലെ മതസമൂഹമാണ്. ദ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഓഫ് ജീസസ് ടൈം. ചോദ്യത്തിന് വിധേയമാകുന്നത് കാഴ്ച എന്ന തിരിച്ചറിവെന്ന പുതിയ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട അന്ധനുമാണ്. വേദഭാഗത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ഞാനത് വിശദീകരിക്കാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നും ഇല്ല. ചോദ്യം ഇങ്ങനെയാണ്. 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന ചോദ്യം. ഹൗ വെയർ യുവർ ഐസ് ഓപ്പൺ? ഒരുപക്ഷെ നമ്മുടെ കാഴ്ചകളൊക്കെ ഒട്ടും അതിന്റെ വോൾട്ടേജ് മങ്ങാതെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടാവാം. കാരണം കണ്ണാടിയില്ലാതെ വായിക്കാൻ കഴിയുന്ന ഏത് അവസ്ഥകളെയും നമ്മൾ പറയുന്നത് കാഴ്ചയ്ക്ക് യാതൊരു കുറവുമില്ല എന്നാണല്ലോ നാം വ്യാഖ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. പക്ഷെ കാണേണ്ടത് നാം കാണുന്നുണ്ടോ? കാണേണ്ടവ ശരിയായ അർത്ഥത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കാണേണ്ടവ തന്നെയായിരുന്നോ നാം കണ്ടുകൊണ്ടിരുന്നത്? ഇനിയും പുതിയ എന്തെങ്കിലും കാഴ്ചകൾ കാണേണ്ടതുണ്ടോ എന്ന് നാം അന്വേഷിക്കുമ്പോഴാണ് ഹൗ വെയർ യുവർ ഐസ് ഓപ്പൺ, ഇതിന്റെ കണ്ണ് തുറന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് കാഴ്ചയുടെ ക്ലാരിറ്റി? നമ്മൾ പലതും കണ്ടതൊന്നും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും പഠിപ്പിച്ചിട്ടില്ല. കണ്ടതൊന്നും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ആവേശഭരിതരായിട്ടില്ല. ഇന്നലകളിൽ നമ്മുടെ യാത്രകളിൽ നാം ധാരാളം കാഴ്ചകൾ കണ്ടു. നമുക്ക് തിരുത്താനുള്ള ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നു. നമുക്ക് സ്വീകരിക്കാനുണ്ടായിരുന്ന പല സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൊ തിരുത്താൻ പലതും ഉണ്ടായിട്ടും സ്വീകരിക്കാൻ പലതും ഉണ്ടായിട്ടും 2020 വരെയുള്ള നമ്മുടെ സഞ്ചാരങ്ങളിൽ ഈ കാഴ്ചകളൊന്നും നമ്മെ അല്പസമയം സന്തോഷിപ്പിച്ച് കാണാം, അല്ലെങ്കിൽ കുറച്ചു സമയം ദുഃഖിപ്പിച്ച് കാണാം, കുറെ സമയം നാം ടെൻഷൻ അടിച്ച് കാണാം. ഇങ്ങനെ പലതൊക്കെ സംഭവിച്ചുവെങ്കിലും സ്ഥായിയായി നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഈ കാഴ്ചകളൊന്നും വലിയ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ആവർത്തിച്ച് ലോകത്തെ വിഴുങ്ങുന്ന മഹാമാരിയുടെ നടുവിലൂടെ മനുഷ്യനിങ്ങനെ സഞ്ചരിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. ഹൗ വെയർ യുവർ ഐസ് ഓപ്പൺ? നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കാഴ്ച ലഭിച്ച അന്ധന്റെ ആവേശം ഇവിടെ ഉണ്ട്. ഭയങ്കര ആവേശത്തിലാണ് അദ്ദേഹം. കാരണം കാഴ്ച ലഭിച്ചവന് മാത്രമേ ഉള്ളൂ കാഴ്ചയുടെ ആ ഒരു മനോഹാരിത തിരിച്ചറിയാൻ കഴിയും. എന്നും രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കാൻ കഴിയുന്നവന് അതെന്തും വായിക്കാൻ പറ്റുമെന്നല്ലേ ചിന്തിക്കും. ഒരു ദിവസം നമ്മുടെ കണ്ണിന് ചില അക്ഷരങ്ങൾ മങ്ങുമ്പോഴാണല്ലോ നാം അന്വേഷിക്കുന്നത്, എന്റെ കണ്ണിന് എന്ത് പറ്റി? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയാൻ വയ്യ എന്ന് നാം പറയുന്നത് അവിടെയല്ലേ. എന്നാൽ ഒരുവന് കാഴ്ച ലഭിച്ചതിൽ അമർഷം പൂണ്ട മറ്റൊരു സമൂഹം ഇവിടെയുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു വലിയ
സംഘർഷാത്മകതയിലാണ് സത്യം പറഞ്ഞാൽ ഈ വേദഭാഗം മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കാഴ്ചയുടെ ക്ലാരിറ്റി. വാട്ട്സ് എ ക്ലാരിറ്റി ഓഫ് അവർ സൈറ്റ്. അതിന് 3 കാര്യങ്ങൾ വേണമെന്ന് ഈ വേദഭാഗം പറയുന്നുണ്ട്. കണ്ണ് തുറന്നിരുന്നാൽ മാത്രം, കാഴ്ച കണ്ണിന്റെ മാത്രം ധർമ്മമാണെന്നാണ് നമ്മുടെ ഒരു ചിന്ത. അല്ല, നമുക്ക് പൂർണ്ണമായും തെറ്റുന്നു. കാഴ്ച മനസ്സിന്റെ ഉത്തരവാദിത്വമാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ മൈൻഡ്. ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ മൈൻഡ്. സോറി, അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ കാഴ്ചകൾ നമ്മെ തിരുത്തുകയുള്ളൂ. ഈ കാഴ്ചകളിൽ നിന്ന് ആവേശം ഉൾക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ കാഴ്ചകളുടെ ക്ലാരിറ്റിക്ക് 3 കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന് നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. ദീർഘനാളായി ഒരു മനുഷ്യൻ കണ്ണ് കാണാതെ അവരുടെ മുമ്പാകെ ജീവിക്കുക. അവരെന്നും ആ മനുഷ്യനെ കാണുന്നുണ്ട്. ഒരാൾ പോലും അവന്റെ അടുക്ക് ചെന്നിട്ട് സ്നേഹിത താങ്കൾക്ക് സുഖമാണോ എന്നൊന്നും അന്വേഷിക്കുന്നില്ല. അവൻ തപ്പിത്തടഞ്ഞു വീഴുന്നുണ്ട്. അത് അവരുടെ വിഷയമല്ല. അവൻ പല സങ്കടങ്ങളുടെ മധ്യത്തിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അതൊന്നും അവരുടെ വിഷയമല്ല. പക്ഷേ അവൻ കാഴ്ച പ്രാപിച്ച് ലോകത്തെ കണ്ട് ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുമ്പോൾ ഒരു വലിയ വിഭാഗത്തിന് ടെൻഷനാ. അവര് ചെന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഹൗ വെയർ യുവർ ഐസ് ഓപ്പൺ? നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ്? എന്തൊരാകാംക്ഷയാണ്. ഇന്നലെ വരെ സ്നേഹിത നിനക്ക് കണ്ണ് കാണാൻ വയ്യാലോ, നിന്നെ ഞാനൊന്ന് സഹായിക്കട്ടെ, വീട്ടിൽ കൊണ്ടുവിടട്ടെ, ആരും ചോദിച്ചില്ല. നിനക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടോ? ആരും ചോദിച്ചില്ല. നിന്റെ മുട്ടെന്താ പൊട്ടിയിരിക്കണേ? ആരും ചോദിച്ചില്ല. നിന്റെ വസ്ത്രം എന്താ ഇങ്ങനെ കീറിയിരിക്കുന്നേ? ആരും ചോദിച്ചില്ല. ചോദിക്കേണ്ട കാര്യമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് അവൻ വളരെ അത്യാഹ്ലാദത്തോടെ എനിക്ക് കാഴ്ച ലഭിച്ചു, എന്റെ കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുകയാണ്, ഹൗ വെയർ യുവർ ഐസ് ഓപ്പൺ? നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ്? കാരണം അവര് ഒട്ടും സന്തോഷമില്ലാതെയാണ് ഇത് ചോദിക്കുന്നത്. കാരണം ഈ കാഴ്ച കൊടുത്തത് ക്രിസ്തുവാണ്. അപ്പൊ കാഴ്ച കൊടുത്തത് ക്രിസ്തുവാണെന്ന് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. തന്നെയല്ല, കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചതുകൊണ്ട് ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമെന്ന് അന്വേഷിക്കുകയാണ്. കാരണം ശാബത്തിൽ ചെയ്യാൻ പാടില്ലാത്ത 39 പ്രവൃത്തികളിൽ ഒന്നാണ് മണ്ണുകുഴക്കൽ. വലിയ പ്രശ്നമാണ്. കണ്ണുകളിൽ തൈലം പൂശുക എന്നത് ശാബത്തിൽ പാടില്ല, ഗംഭീര പ്രശ്നമാണ്. തുപ്പല് പുരട്ടുക, ആലോചിക്കാൻ പോലും പറ്റൂല. അങ്ങനെ ഗുരുതരമായ എന്തോ ചില കുറ്റങ്ങളൊക്കെ കർത്താവ് ചെയ്തു എന്നതാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രശ്നം ഇതാണ്. ഇത്തരം മുരടിപ്പുകളാണ് നമ്മുടെ കാഴ്ചയുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒന്നാമതായി അച്ഛന് സംസാരിക്കാനുള്ളത്, വൈപ്പ് ഔട്ട് സ്റ്റാഗ്നേഷൻസ് ടു അച്ചീവ് ദ ക്ലാരിറ്റി ഓഫ് അവർ സൈറ്റ്. നമ്മുടെ കാഴ്ചകളുടെ തെളിമയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ മുരടിപ്പുകളെ ഇല്ലാതെയാക്കുക എന്നതാണ്. വൈപ്പ് ഔട്ട് ദ സ്റ്റാഗ്നേഷൻസ്. എവിടെയാണ് നന്മ കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? എവിടെയാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഈഗോ മുറിവേൽപ്പിക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതിരിക്കുന്നത്? ഒന്നാലോചിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് പലതും കാണാൻ കഴിയാതെ പോകുന്നത്? കാണാൻ കഴിയാത്തൊരു സൂക്ഷ്മജീവി നമ്മെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയല്ലേ. പുതിയ ശീലങ്ങളിലേക്ക്, പുതിയ ശൈലിയിലേക്ക്, പുതിയ കാഴ്ചകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയില്ലേ? നമ്മൾ ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത പുതിയ തലങ്ങളിലേക്ക് അവർ നമ്മെ നയിച്ചില്ലേ? ഇന്നലെ വരെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത പലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായില്ലേ? ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പുതിയ ചിന്താ വിഷയമാണ് ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്നത് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. പുതിയ തരം നോർമലിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക നമ്മൾ.
ഇന്നലെ വരെ ഞങ്ങൾ അച്ഛന്മാരുടെ എല്ലാവരുടെയും ചിന്ത ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക എന്നായിരുന്നു. ഇന്നിപ്പോ ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നു, ആള് കുറഞ്ഞു വരണേ, കൊറോണ ആളില്ലാത്ത ഒന്നായി നാം കാണുകയാണ്. കഴിഞ്ഞ വർഷം വരെ 50 പേര് അടങ്ങുന്ന ഒരു കല്യാണം, റിസപ്ഷൻ, ക്യാൻ യു ഇമാജിൻ? നമ്മൾ ഉടനെ ദാരിദ്ര്യ കല്യാണമെന്നോ കാപ്പി കല്യാണമെന്നോ ഒക്കെ വിളിക്കും. ഇപ്പൊ 50 പേരിലധികം ഒരു കല്യാണത്തെ പറ്റി ആലോചിക്കാൻ പറ്റും. പുതിയ നോർമലിലേക്ക് നാം പ്രവേശിക്കുക. ബട്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ കാഴ്ചകളൊക്കെ ഇന്നലെ വരെ ഇതേ ചെയ്യാൻ പറ്റൂ, ഇതാണ് ശരി, ദിസ് ഈസ് ദ ഓൺലി റൈറ്റ് വേ എന്ന് ചിന്തിച്ചിരുന്ന മാറുകയാണ്. നമ്മൾ പുതിയ കാഴ്ചയിലേക്ക് എത്തുകയാണ്, പുതിയ കാഴ്ചപ്പാടിലേക്ക് എത്തുകയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് യഥാർത്ഥമായി ഈ ദൈവബോധ്യങ്ങളിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില മുരടിപ്പുകൾ ഇല്ലാതെയാകണം. നമുക്ക് ഈ വേദഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 16-ാം വാക്യം. അവിടെ ഈ പരീശ സമൂഹത്തിന് യേശു ക്രിസ്തുവിനെ പറ്റി ഒരഭിപ്രായമുണ്ട്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഉള്ളവൻ അല്ല. ദിസ് മാൻ നോട്ട് ഫ്രം ഗോഡ്. സൗഖ്യമൊക്കെ കൊടുത്തു കാണും, എല്ലാം ചെയ്തു കാണും, പക്ഷെ ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം ദിസ് മാൻ ഈസ് നോട്ട് ഫ്രം ഗോഡ്. ഇതാണ് പ്രശ്നം. സത്യം എവിടുന്ന് വന്നാലും, നന്മ എങ്ങനെ ഇരുന്നാലും നമ്മുടെ കാഴ്ചയുടെ ലെൻസിൽ അത് പതിയുന്നില്ല. നമ്മുടെ ദുഃഖ കാരണവും അത് തന്നെയാണ്. രണ്ടാമത് നമുക്ക് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം. രണ്ടാമതൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു. വി നോ ദാറ്റ് ദിസ് മാൻ ഈസ് എ സിന്നർ. കടത്തി. ആദ്യത്തേത് പിന്നെ സഹിക്കാം, രണ്ടാമത് കടത്തുകയാണ്. സൗഖ്യം കൊടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിച്ച, വെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച ക്രിസ്തുവിനെ പറ്റിയാ പറയുന്നത്. ആ മനുഷ്യൻ ഉണ്ടല്ലോ പാപി എന്ന് ഞാൻ അറിയുന്നു. വീണ്ടും നമുക്ക് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. ഇവനോ എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല. ഡു നോട്ട് നോ വേർ ഈസ് ഫ്രം. മുരടിപ്പുകളുടെ ഒരു ആഘോഷം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. താബോറിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് നാം കടന്ന്, നമ്മുടെ കാഴ്ചകൾ താബോറിലാണ്. വിശുദ്ധിയുടെ ഉയരങ്ങളിലേക്കാണ് നമ്മുടെ നോട്ടം. വിളിയുടെ ഉത്തരവാദിത്വം നാം മറക്കുന്നു. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ കോൾ, അത് നമ്മൾ മറക്കുന്നു. എപ്പോഴും നമ്മുടെ ചിന്ത വിശുദ്ധിയുടെ ഉയരങ്ങളിലേക്കാണ്. പക്ഷെ ദൈവം നമുക്ക് നൽകിയ ചെറുതും വലുതുമായ ചില ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ. കയറ്റങ്ങളെ പറ്റിയാണ് നമ്മുടെ സ്വപ്നങ്ങൾ, ഇറക്കങ്ങളെ പറ്റി, ജീവിതത്തിന്റെ തിരിച്ചടികളെ പറ്റി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. 2020 കുഴപ്പം പിടിച്ചൊരു വർഷമെന്നാ എല്ലാവരും വിലയിരുത്തിയേ. ശരിയാ, ചില മേഖലകളിൽ അത് നൽകിയ അടി അത് വളരെ കനത്തതാ. പക്ഷേ ചില കാഴ്ചകൾ കാണാൻ ആത്മീയതയിലടക്കം ആത്മീയത എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കുവാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടത്. ജീവിതത്തിന്റെ ഭൂരിഭാഗം പലരുടെയും, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുക എന്തുകൊണ്ട് വിശേഷം, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് റെഗുലറായി കിട്ടുന്ന മറുപടി എന്താ പറയാനാ എന്നാണ്. സ്വന്തം ജീവിതത്തെ പറ്റി പോലും നമുക്ക് പലപ്പോഴും ഒരു ആവേശം ഇല്ലാതെ പോവുകയാണ്. ഇത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. സ്വന്തം ജീവിതത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട്? ചിലര് പറയും വലിയ കുഴപ്പം ഇല്ലെന്ന്. അത് പറയുന്നതിനകത്ത് തന്നെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഈ പരീക്ഷ എഴുതി തിരിച്ചു വരുന്ന പിള്ളേരോട് ചോദിക്കണം, അവ്യൂസർ എക്സാം എങ്ങനെയുണ്ട് നിങ്ങളുടെ പരീക്ഷ? എന്താ എന്റെ മറുപടി? ഞാൻ ഈ പറഞ്ഞ സാധനം വലിയ കുഴപ്പമില്ല. അപ്പൊ പപ്പായ്ക്കും മമ്മിക്കും വലിയ സന്തോഷം, വലിയ കുഴപ്പമില്ല. അവൻ പറഞ്ഞത് എന്താ? കുഴപ്പം പിടിച്ച് ഒത്തിരി സാധനം ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. കെട്ടിച്ചു വിട്ടാൽ നിങ്ങളുടെ മക്കളോട് ചോദിക്കണേ എങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈഫ്? ഓ വലിയ കുഴപ്പമില്ല മമ്മി. അപ്പോൾ നമ്മുടെ വിചാരം കുഴപ്പമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പറ്റി തന്നെ എവിടേക്കോ ഇത്തരം ചില വല്ലാത്ത മുരടിപ്പുകളുടെ ലോകത്ത് നാം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്.
താലന്തുകളുടെ ഉപമ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചു? ഈ താലന്തുകളുടെ ഉപമയിൽ എന്റെ കയ്യിലിരിക്കുന്ന ഒരു താലന്ത്, അതിനെ ഒരിക്കലും കണ്ണു തുറന്ന് കാണാൻ ഈ കിട്ടിയവന് പറ്റിയില്ല. അവൻ ഈ മുരടിപ്പുമായിട്ടാ നോക്കിയേ. അവൻ നോക്കിയത് മുഴുവൻ അപ്പുറത്തവന്റെ കയ്യിൽ 5 ഉണ്ട്, വേറൊരുത്തിന്റെ കയ്യിൽ 2 ഉണ്ട്. എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുക. ഒരിക്കലും എന്റെ കയ്യിലിരിക്കുന്ന 1 അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അന്വേഷിക്കാൻ കഴിയാതെ അത് ഒഴിച്ചു മൂടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് പ്രിയപ്പെട്ടവരെ, കാഴ്ചകൾ നമുക്കില്ലാത്തത് കൊണ്ടല്ല, ദൈവം നമുക്ക് അനുഭവങ്ങളെ തരാഞ്ഞിട്ടല്ല, ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരാഞ്ഞിട്ടല്ല, ദൈവം നമുക്ക് സാധ്യതകളെ തരാഞ്ഞിട്ടല്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കാഞ്ഞിട്ടല്ല. കൊറോണ ഒരു ശാപമല്ല. ഇതിനേക്കാൾ വലിയ രോഗദുരിതങ്ങളുടെ മധ്യയിലൂടെയാണ് നമ്മുടെ പിതാക്കന്മാർ സഞ്ചരിച്ചത്. അഗസ്റ്റീനിയൻ പ്ലേഗും ജസ്റ്റീനിയൻ പ്ലേഗും ബ്ലാക്ക് ഡെത്തും എബോളയും എയ്ഡ്സും വൈറസും ഒക്കെ ഇന്നലകളിൽ ഉണ്ടായിരുന്നു. പീഡനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മധ്യത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ യഥാർത്ഥമായി നമ്മുടെ കർത്താവിനെ നമുക്ക് കണ്ണു തുറന്ന് കാണാൻ സാധിക്കണം. അത് ഇത്തരം മുരടിപ്പുകളുമായി നാം അവനെ സമീപിച്ചാൽ we cannot enjoy that sight. അത്തരം കാഴ്ചകളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അത്തരം കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകൾക്ക് യാതൊരു ആവേശവും വിതറുകയില്ല. അച്ഛൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, the voltage and the clarity of our sight, നമ്മുടെ ആ ഒരു കാഴ്ചയുടെ ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് ശക്തമാകണമെങ്കിൽ വൈപ്പ് ഔട്ട് സ്റ്റാഗ്നേഷൻസ്, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് നമുക്ക് മുരടിപ്പുകളെ, ഇത്തരം മുരടിപ്പുകളെ, മുൻവിധികളുടെ, ഈഗോയുടെ ഒക്കെയുള്ള നമ്മുടെ സാധ്യതകൾ മാറ്റിയാൽ സ്വന്തം ഭർത്താവിനേക്കാൾ സുന്ദരനായ മറ്റൊരാളെ ഈ ലോകത്തിൽ കാണാനേ നിങ്ങൾക്ക് സാധിക്കില്ല. സ്വന്തം ഭാര്യയേക്കാൾ സുന്ദരിയായ മറ്റൊരാളെ ഈ ലോകത്തിലേക്ക് കാണാനേ പറ്റില്ല. സ്വന്തം മക്കളെക്കാൾ മിടുക്കരും പ്രതിഭാശാലികളുമായ ആളുകളെ കാണാനേ കഴിയില്ല. സ്വന്തം ഇടവയേക്കാൾ മനോഹരമായ മറ്റൊരു ഇടവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ 1000 മുരടിപ്പുകളുമായി ഇവയൊക്കെ സമീപിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാഴ്ചകളൊന്നും മനോഹര കാഴ്ചകളായോ സുന്ദര കാഴ്ചകളായോ നമ്മളിൽ എത്താത്തത്. അതുകൊണ്ട് ഒന്നാമത് അച്ഛൻ ഓർപ്പിക്കാനുള്ള വൈപ്പ് ഔട്ട് സ്റ്റാഗ്നേഷൻസ്, മുരടിപ്പുകളെ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, the clarity of our sight demands, ഈ കാഴ്ച ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കാഴ്ച അനുഭവങ്ങളിൽ വളരാൻ കഴിയണം. അത് വലിയ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, we need a spiritual progression. നമ്മുടെ ഉള്ളിലെ കാഴ്ചയുടെ മാമോദീസ എന്ന കൂദാശയിലൂടെ നമുക്ക് പ്രകാശ വസ്ത്രം ലഭിച്ചു. സഭയിലൂടെ ഒത്തിരി അറിവുകൾ ലഭിക്കുന്നു. വേദപുസ്തകത്തിലൂടെ ഒത്തിരി അറിവുകൾ ലഭിക്കുന്നു. സഭാ പാരമ്പര്യങ്ങളുടെ ഒത്തിരി അറിവുകൾ ലഭിക്കുന്നു. അച്ഛന്മാര് പ്രസംഗിക്കുന്നു, ഇവാഞ്ചലിസ്റ്റ് പ്രസംഗിക്കുന്നു, മറ്റു പലരും പ്രസംഗിക്കുന്നു. നിങ്ങൾ സ്വന്തമായി അന്വേഷിക്കുന്നു, പഠിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ ഈ അനുഭവങ്ങളിൽ നിന്ന് വളരാൻ സാധിക്കുന്നുണ്ടോ? അതോ ഈ വായിച്ചതെല്ലാം ചില അറിവുകളായി ഇങ്ങനെ 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 കൂടിക്കിടക്കുകയാണ്? പലരുടെയും പലർക്കും അറിവും കാഴ്ചയും ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാൻ 34 രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് മനസ്സിലായി? അല്ല, ഞാൻ 34, ഇനി 35ാമത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ചിലര് പറയും, ഞാൻ വിശുദ്ധ നാട് 16 പ്രാവശ്യം പോയി, ഇനി 17ാമത്തെ പ്രാവശ്യത്തേക്ക് പോകാതിരിക്കും. ഓക്കെ, വെൽ ഡൺ, ഗുഡ്. എന്ത് അനുഭവങ്ങളാണ് പിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുക? അത് വലിയ 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 തലമാണ്, വലിയ അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വേദഭാഗം ഒന്ന് പരിശോധിക്കാം. പെർവിക്കുരുടൻ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം, ക്രിസ്തുവിനെ പറ്റി അവന്റെ ആദ്യത്തെ അഭിപ്രായം, യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ, എ മാൻ കോൾഡ് ജീസസ്.
ക്രിസ്തുവിനെ പറ്റിയുള്ള ആദ്യത്തെ ഒപ്പീനിയൻ. അവൻ അവിടെ തന്നെ നിൽക്കുകയല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ, നമ്മൾ ചിലത് കണ്ടുപിടിച്ച പിന്നെ ഇതാ സത്യം, ഇനി ആര് പറഞ്ഞാലും മാറത്തില്ല, ഇതേ ഉള്ളൂ, ഇനി അപ്പുറത്ത് വേറൊന്നുമില്ല എന്ന ചിന്തയില്ല നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവൻ അതിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വളരുന്നുണ്ട്. അതാണ് ഇന്ന് നാം കാണേണ്ടത്. കണ്ണു തുറന്ന് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അവൻ ഒരു പ്രവാചകനാണ്. ദാറ്റ്സ് ഹിസ് സെക്കൻഡ് ഇൻസൈറ്റ്. ഹി ഈസ് എ പ്രോഫറ്റ്. ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാ തുടങ്ങി. അവിടെ നിന്ന് അവൻ ഉയർന്നു. അവന്റെ മനുഷ്യൻ മാത്രമല്ല, അവനൊരു പ്രവാചകത്വം ഉണ്ട് എന്ന് പറയുന്ന പ്രോഗ്രഷൻ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ, മാൻ ഫ്രം ഗോഡ്, ഒത്തിരി ഉയർന്നു. യേശുദമ്പുരാനെ ഒരു മനുഷ്യനായി കണ്ട് കുറച്ച് പിന്നെ കഴിഞ്ഞ് പ്രവാചകനായി മാത്രം കണ്ട് അതൊക്കെ ഉപരിയായി ഈസ് എ മാൻ ഫ്രം ഗോഡ്. നാലാമതായി യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. ലോർഡ് ഐ ബിലീവ്. നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ. എന്തൊരു വലിയ അനുഭവങ്ങളുടെ വളർച്ചയാണ് പ്രിയപ്പെട്ടത്. ഇതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനെ ഒരു കൊറോണയ്ക്കും വെല്ലുവിളിക്കാൻ കഴിയില്ല. ഇത്തരം അനുഭവങ്ങളെ, ഇത്തരം ആധ്യാത്മിക അനുഭവങ്ങളെ ലോകത്തിന്റെ ഒരു ട്രാജഡിക്കും, ഒരു എപ്പിഡമിക്കിനും, ഒരു പാൻഡമിക്കിനും വെല്ലുവിളിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അനുഭവങ്ങളെക്കാൾ അനുഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ശൈലിയാണ്. പനി മാറിയ അപ്പച്ചന്മാർ, അൾസർ മാറിയ അമ്മച്ചിമാർ, ക്യാൻസർ മാറിയ അച്ചായന്മാർ, കടഭാരം മാറിയ അനേകർ. ഇതാണ് നമ്മുടെ മൊത്തത്തിലൊരു റെസിപ്പി, സ്പിരിച്വൽ റെസിപ്പി. ഇതിലൊക്കെ ഉപരിയായി സങ്കടങ്ങളുടെ നടുവിലൂടെ, ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു പോകാൻ ഉള്ള ഒരു പ്രാപ്തി, എബിലിറ്റി, അതിനെ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും നാം പ്രതീക്ഷിച്ചതുപോലെ എല്ലാം ഒന്നും ഒരുക്കണമെന്നില്ല. ഈ കെരീത്ത് തോടിനിടയ്ക്ക് നിൽക്കുന്ന പ്രവാചകൻ നിങ്ങൾക്ക് അറിയാമല്ലോ. സത്യം പറഞ്ഞാൽ ഈ പ്രവാചകന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉണ്ടായേനെ. ഭാഗ്യത്തിന് ഞാനല്ല. എന്താന്നറിയോ? പ്രവാചകനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ഒരു 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 തോടിന്റെ അരികിലാണ്. പ്രവാചകന് ചിന്തിക്കാം, ദൈവമേ, എനിക്ക് വറ്റിപ്പോകാത്ത ഒരു ചെറിയ നദിയെങ്കിലും, ഒരു തടാകമെങ്കിലും ഒരുക്കി തരാൻ നിനക്ക് കഴിയാഞ്ഞിട്ടാണോ എന്നെ ഈ വെള്ളം വറ്റിത്തുടങ്ങുന്ന തോടിന്റെ അരികെ കൊണ്ട് ഇരുത്തിയിരിക്കണേ? ചോദിക്കാം. ഇനി പ്രവാചകന് ആഹാരം കൊടുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയത് ആരെയാ? അത് നല്ല രസമാ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്തൊരു വിധവ. അവളുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാ. അവളോടാ പറഞ്ഞേ, ഇദ്ദേഹത്തെ കൊണ്ട് നോക്കിക്കോണം. നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇനിയും പ്രവാചകൻ ആഹാരം കൊണ്ട് കൊടുക്കാൻ ഏൽപ്പിച്ചത് ആരെയാ? മലങ്കാക്ക. ഒരു യഹൂദൻ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന നികൃഷ്ട ജീവിയാണ്. അതിപ്പം ഉപയോഗിക്കുന്ന വേറെ കൊണോട്ടേഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് ദൈവം ഒരുക്കിയിരിക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ, ദൈവം ഒരുക്കുന്ന സാധ്യതകൾ, ദൈവത്തിന്റെ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആഘോഷങ്ങളായി കാണുന്ന ആത്മീയതയുണ്ടല്ലോ, കാർണിവൽസ് ആയി കാണുന്ന ആത്മീയതയുണ്ടല്ലോ, ഇത് നമ്മുടെ ഉള്ളിൽ ഒരു കാഴ്ചാനുഭവമായി വളരണം. മോശ മുൾപ്പടപ്പിൽ നേടിയ കാഴ്ചാനുഭവങ്ങൾ ഇതാണെന്നാണ് പിതാക്കന്മാർ വ്യാഖ്യാനിച്ചത്. മുൾപ്പടപ്പിലൂടെ മോശ സ്വന്തമാക്കിയ കാഴ്ച ഇവിടെയാണ്. 3 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു എന്ന് പിതാക്കന്മാർ എഴുതുന്നു. ഇറ്റ്സ് പെനട്രേറ്റ്സ്. അത് അവന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. സാധിക്കുന്നുണ്ടോ? ഇന്നും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അവിടെ എന്താ പാടിയേ? അഗ്നിമയന്മാരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി
നീ കാണുന്നു. എബ്രാം തോമസച്ചൻ കാണുന്നു നല്ല പാടിയേ. ഈസ് ഇറ്റ് പെനട്രേറ്റ്സ്? കാഴ്ചകളൊക്കെ ഗംഭീരമായി കണ്ടു. ഇന്ന് അച്ഛനിട്ട കാപ്പായുടെ കളർ പറയാൻ ഞങ്ങൾ കൃത്യമായി പറയും. പക്ഷെ ഈസ് ഇറ്റ് പെനട്രേറ്റ്സ്? അത് നിങ്ങളുടെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യപ്പെട്ടോ? അത് വലിയ ചോദ്യം. രണ്ട്, ഇറ്റ് ക്രിയേറ്റ്സ് എ റിയലൈസേഷൻ. അതൊരു തിരിച്ചറിവ് മോശയുടെ ഉള്ളിൽ രൂപപ്പെടുത്തി. ആരാണ് താൻ എന്നൊരു തിരിച്ചറിവ് മോശക്കുണ്ടായി. മൂന്ന്, ഇറ്റ്സ് പ്യൂരിഫൈഡ്. അതവനെ ശുദ്ധീകരിച്ചു. ഈ മൂന്ന് തലങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാകും. നമ്മുടെ കാഴ്ചകളിൽ ഇതാണ് ഉണ്ടാകേണ്ടത്. കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാഴ്ചയുടെ പരിസരങ്ങളിൽ ഇതാണ് ഉണ്ടാകേണ്ടത്. ആട്ടിടയന്മാർ നക്ഷത്രത്തിൽ നിന്ന് നേടിയ കാഴ്ചാനുഭവങ്ങൾ ഗംഭീരമല്ലേ? ശതാധിപൻ ക്രൂശിൽ നിന്ന് നേടിയ കാഴ്ചാനുഭവങ്ങൾ, അവൻ വാസ്തവമായി മെസ്സിഹായിരുന്നു. സാധിക്കുമോ പ്രിയപ്പെട്ട? നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്ന സങ്കീർണതയിൽ ചില വെളിച്ചങ്ങൾ കണ്ടെത്തി പിടിച്ചു നിൽക്കാൻ സാധിക്കും. ആദിമ ക്രൈസ്തവ സഭയുടെ പീഡന പരമ്പരയിലെ നിന്ന് എന്നെ സ്വാധീനിച്ച ഒരു അനുഭവമുണ്ട്. വയോവൃദ്ധനായ ഒരു മനുഷ്യനെ രാജാവ് കൊല്ലുവാനേൽപ്പിച്ചു. മരണരീതി തണുത്തുറഞ്ഞ തടാകത്തിലേക്ക് ഇറക്കി നിർത്തുക എന്നതാണ്. തണുത്തുറഞ്ഞ തടാകത്തിലേക്ക് ഇറക്കി നിൽക്കുമ്പോ നമുക്കറിയാലോ, ആരോഗ്യമുള്ളവർക്ക് പോലും പിടിച്ചിരിക്കാൻ കഴിയും. ആരോഗ്യമുള്ളവർക്ക് പോലും പിടിച്ചിരിക്കാൻ കഴിയില്ല. മിനിറ്റുകൾക്കുള്ളിൽ കാറ്റ് പോകും. ഭടന്മാർ മഞ്ഞുറങ്ങുന്ന തടാകത്തിലേക്ക് ഈ വൃദ്ധനെ ആക്കിയിട്ട് പോയി. പിറ്റേ ദിവസം ഈ വൃദ്ധന്റെ ശവശരീരം വലിച്ചു കയറ്റാൻ വന്ന പടയാളി ഈ വൃദ്ധൻ ജീവനോടിരിക്കുന്ന കണ്ട് അത്ഭുതപ്പെട്ടു. രാജാവിനെ വിവരം അറിയിച്ചു, കൊണ്ടുവരാൻ പറഞ്ഞു. രാജസന്നദ്ധിയിലേക്ക് എത്തിച്ചു. രാജാവ് ചോദിച്ചു, ഇത് മനുഷ്യനാണോ? ആരാ താങ്കൾ? എന്താ പറ്റിയേ? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. തണുത്തുറഞ്ഞ മരവിച്ച മനസ്സുമായി ഞാൻ ചുറ്റുപാടും നോക്കുമ്പോ അങ്ങ് ദൂരെ തെരുവിൽ ഒരു റാന്തൽ വിളക്ക് കത്തുന്നത് ഞാൻ കണ്ടു. ഞാൻ മനസ്സുകൊണ്ട് ആ റാന്തൽ വിളക്കിന്റെ ചൂടിനെ ആവോളം എന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചു. അങ്ങനെ എന്റെ ശരീരത്തിന്റെ ചൂടും ചൂരും ഞാൻ പിടിച്ചു നിർത്തി. എന്തൊരു മനോഹരമാണ്! ജീവിതത്തിൽ തണുത്തുറഞ്ഞു പോകുന്ന ജീവിത പശ്ചാത്തലങ്ങളിൽ, ആശങ്കാഭരിതമായ ജീവിത പശ്ചാത്തലങ്ങളിൽ നമുക്ക് ഇത്തരം ചില ആവേശം ഉൾക്കൊള്ളാനുള്ള ഇടങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളും കുർബാന വേദികളും ഒക്കെ. സാധിക്കുമോ? നമ്മൾ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടോ? വല്ലാതെ തകർന്നു പോയോ? ഈ കൊറോണ കാലത്ത് മനസ്സിലൂടെ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയ ഒത്തിരി ചിത്രങ്ങളുണ്ട്, ഒത്തിരി വാർത്താ ചിത്രങ്ങളുണ്ട്. അല്ല, എന്റെ മനസ്സിൽ മായാത്തൊരു ചിത്രം ഞങ്ങളുടെ നാടിന്റെ പരിസരങ്ങളിൽ നിന്ന ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യൻ കൊറോണ ബാധിതനായി. 4-5 ദിവസം കൊണ്ട് അദ്ദേഹം കൊറോണ നെഗറ്റീവായി വീട്ടിലെത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകണം. 108 ആംബുലൻസ് വന്നു, ആരോഗ്യ പ്രവർത്തകർ വന്നു, എല്ലാം റെഡി. പക്ഷെ 18 മണിക്കൂർ കഴിഞ്ഞ് ആംബുലൻസിന് അനങ്ങാൻ പറ്റിയേ. ആംബുലൻസിന്റെ ടയറിന് കാറ്റില്ലഞ്ഞോട്ടല്ല. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ കൂടെ ബൈസ്റ്റാൻഡറായി പോകാൻ സ്വന്തം ഭാര്യ പോലും തയ്യാറായത് നീണ്ട 18 മണിക്കൂർ ആരോഗ്യ പ്രവർത്തകരെ ബോധവൽക്കരിച്ചതുകൊണ്ടാണ്. അവരെ കുറ്റം പറയേണ്ട, നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും, ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ വല്ലാതെ പരിഭ്രമിച്ചു പോകുന്നു, നാം വല്ലാതെ തകർന്നു പോകുന്നു. ഈ തകർച്ചകളെ പ്രതിരോധിക്കുവാനാണ് ഞാൻ പറഞ്ഞത്, we need a spiritual progression. നമ്മുടെ ഉള്ളിൽ ഈ കാഴ്ചകൾ, വിശുദ്ധ കുർബാന ഒരു കാഴ്ചയായി മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരേണ്ടതുണ്ട്. നമ്മുടെ സങ്കടങ്ങൾക്ക് നേരെ പ്രതിരോധം സൃഷ്ടിക്കുവാൻ, നമ്മുടെ ആകുലതകൾക്ക് നേരെ പ്രതിരോധം സൃഷ്ടിക്കുവാൻ, നമ്മുടെ ആശങ്കകൾക്ക് നേരെ പ്രതിരോധം സൃഷ്ടിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം. ഇതാണ് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത്. ശയന നമസ്കാരത്തിൽ നമ്മൾ പാടുന്നത് എന്താ? കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണം എന്നിൽ നീ. പാടുകയാണ്, കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണം എന്നിൽ നീ. ഇതാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥന.
വീണ്ടും പാടും. ഇരുൾ നിന്നെ പിടികൂടുമ്പോൾ വെട്ടം കാട്ടാൻ ആരുണ്ട്? ജീവിത പരിസരങ്ങളിൽ ഇരുൾ മൂടുമ്പോ നിനക്ക് വെളിച്ചം പകരാൻ, വെട്ടം പകരാൻ എന്തുണ്ട്, ആരുണ്ട് എന്നാ ചോദിക്കണം. എത്ര സുന്ദരമാണ് ചോദ്യം. നമ്മൾ ബുദ്ധിയില്ലാത്ത കന്യകമാരെ എപ്പോഴും കുറ്റം വിധിക്കും. ശരിയാ. പക്ഷെ അവിടെ എന്താണ് ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് സംഭവിച്ചേ? സമയമായപ്പോ ബുദ്ധിയുള്ള കന്യകമാരോട് ചോദിച്ചു, അല്പം എണ്ണ തരുമോ? അവർ പറഞ്ഞില്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നാ പറഞ്ഞു. എന്നെ സ്വാധീനിച്ചത്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ വാങ്ങിക്കേണ്ട ചിലതുണ്ട്, അതിന് പകരം കിട്ടില്ല. ഒരു സൂപ്പർ മാർക്കറ്റിലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതിന് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. അവർ പറയും, എനിക്ക് നിങ്ങൾക്കും മതിയാകാതെ വരും. ദാറ്റ്സ് ഓൾ. അവിടെ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സഹനങ്ങൾ കൊണ്ട്, നമ്മുടെ അന്വേഷണങ്ങൾ കൊണ്ട്, സമർപ്പണം കൊണ്ട് നാം നേടിയെടുക്കേണ്ട ചിലതൊക്കെ ഉണ്ട്. അതാണ് അച്ഛൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ പ്രോഗ്രഷൻ. വെൽക്കം സ്പിരിച്വൽ പ്രോഗ്രഷൻ. അതാണ് എന്റെ രണ്ടാമത്തെ തലം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കാഴ്ചയുടെ ക്ലാരിറ്റിക്ക് ഒന്ന് വൈപ്പ് ഔട്ട് സ്റ്റാഗ്നേഷൻസ്, രണ്ട് വെൽക്കം സ്പിരിച്വൽ പ്രോഗ്രഷൻസ്. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. എന്തിനാണ് കാഴ്ച ലഭിച്ചേ? അതൊരു വലിയ ചോദ്യമാണ്. എല്ലാവരും എനിക്ക് സൗഖ്യം നൽകണം എന്ന് പറയും. എന്തിനാണ് സൗഖ്യം ലഭിക്കണേ? എല്ലാവരും ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. നല്ലത്. എന്തിനാ നമ്മൾ അനുഗ്രഹിക്കപ്പെടണേ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ സത്യസന്ധമായി? എന്നാൽ ഈ പെറുവിക്കുരുടെ നമ്മെ പഠിപ്പിക്കുന്നു, കാഴ്ചകൾ സാക്ഷീകരിക്കാൻ വേണ്ടിയാണ്. വിറ്റ്നസ് ദ സൈറ്റ്. അനുഗ്രഹങ്ങൾ സാക്ഷീകരിക്കാൻ വേണ്ടിയാണ്. വിറ്റ്നസ് ദ ബ്ലെസ്സിങ്സ്, അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് ചില നല്ല സാക്ഷ്യങ്ങൾ ജീവിതം കൊണ്ട് നിർവഹിച്ച് പങ്കുവെക്കാൻ സാധിക്കുമോ? ഇവിടെ ഈ മനുഷ്യൻ കേവലം ഒരു രോഗസൗഖ്യം മാത്രമല്ല നേടിയെടുത്തേ. 3 കാര്യങ്ങൾ അവന് കിട്ടിയെന്ന് ഞാൻ പറയും നിസ്സംശയം. ഒന്ന്, അവനൊരു വിവേചന ശക്തി ഉണ്ടായി. ഇന്നലെ വരെ മറ്റുള്ളവർ പറയുന്നതേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോ എ ന്യൂ സെൻസ് ഓഫ് ഡിസേൺമെന്റ്, ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള നല്ല ശക്തി ദൈവം അവന് നൽകി, നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. 2, ഒരു ദിശാബോധം, ദ സെൻസ് ഓഫ് ഡിറക്ഷൻ. എങ്ങോട്ടാ പോകേണ്ടതിനെ പറ്റി ഒരു നല്ല വ്യക്തമായ ധാരണയുണ്ട്. 3, സ്ഥിരമായ ഒരു നിലപാടുണ്ട്, സ്റ്റേബിൾ സ്റ്റാൻഡ്. 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക. നമ്മൾ പലപ്പോഴും പഴയ ഷേക്സ്പിയറിയൻ ഡ്രാമയുണ്ട്. ആ ഷേക്സ്പിയറിയൻ ഡ്രാമയുടെ ക്ലൈമാക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി. അതാണ് നമ്മുടെ വേണോ വേണ്ടായോ, ഇതാണ് നമ്മുടെ ചിന്ത. ആ ഷേക്സ്പിയറിയൻ ഫ്രൈസിലാ ടു ബി ഓർ നോട്ട് ടു ബി അതിനിപ്പോഴും നിൽക്കുക. അതുകൊണ്ട് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നാം അതിനെ കാണാനായിട്ട് പരിശ്രമിക്കുന്നത്, അതിനെ വിലയിരുത്താൻ കൊണ്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമത്തിൽ എപ്പോഴും പറയുന്നത്, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണേ. സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണേ. ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. ആധ്യാത്മികതയ്ക്കുള്ളിൽ നമ്മുടെ ഒരു ശക്തമായ, അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി നാം അതിനെ കാണാം. അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചു, എന്താ നിനക്ക് സംഭവിച്ചേ? നിന്റെ മകൻ എന്താ സംഭവിച്ചേ? അപ്പൊ അവര് പറഞ്ഞു, അവന് പ്രായമുണ്ട്, അവനോട് ചോദിച്ചോ. അവര് കാലുമാറി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ പള്ളി ഭ്രഷ്ട് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ആ പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ 3 തരം പുറത്താക്കലുണ്ട്. ഒരു ആഴ്ചയിലേക്ക് മാറ്റി നിർത്തും. അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് പദം നെറ്റ്സിഫ എന്നാണ്. 30 ദിവസത്തേക്ക് മാറ്റി നിർത്തും. അതിനുപയോഗിക്കുന്ന മൂലപദം ഷമാത്ത എന്നാണ്. എന്നാൽ ആയുഷ്പര്യന്തം ഒരാളെ മാറ്റി നിർത്തും. അതിന്റെ പേര് ഹെരാം എന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരുന്ന പദം ഹെരാം എന്നാണ്. ആയുഷ്കാലം നിന്നെ പുറത്താക്കും. സത്യത്തിന് അനുകൂലമായി സാക്ഷ്യം നിന്നാൽ, സത്യത്തിന് അനുകൂലമായി ഉത്തരങ്ങൾ നൽകിയാൽ,
ഞാൻ തന്നെ മാറ്റി നിർത്തും എന്ന് പറയുമ്പോഴും ഞാൻ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ മെസ്സിഹായാണ്, അവൻ എൻ്റെ വിമോചകനാണ്, അവൻ എൻ്റെ രക്ഷിതാവാണ്, അവൻ്റെ രക്ഷകനാണ് എന്ന് വളരെ നിസ്സംശയം ധൈര്യപൂർവ്വം സാക്ഷിക്കാൻ തക്കവണ്ണം ആ മനുഷ്യനെ കഴിയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹൗ യുവർ ഐസ് ഓപ്പൺ, നിങ്ങളുടെ കണ്ണുകൾ തുറന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണ് നമുക്ക് ദൈവം കാഴ്ചകൾ നൽകിയിരിക്കണേ? ഈ കാഴ്ചകളിലൂടെയൊക്കെ സൗന്ദര്യം ആസ്വദിപ്പാൻ നമുക്ക് സാധിക്കുമോ? ശരിയെ കാണാൻ, സത്യത്തെ കാണാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. പൗരസ്ത്യ സഭ കാഴ്ചയുടെ ക്ലാരിറ്റിക്ക് പറയുന്ന പേര് അബ്സല്യൂട്ട് ഫുൾനെസ് എന്നാണ്. സമ്പൂർണ്ണ വിശുദ്ധി എന്ന പദം ഉപയോഗിക്കുന്നത്. ആ സമ്പൂർണത എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് വൈപ്പ് ഔട്ട് സ്റ്റാഗ്നേഷൻ, എന്തെങ്കിലും മുരടിപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെയാക്കാം. ആൻഡ് വെൽക്കം സ്പിരിച്വൽ പ്രോഗ്രഷൻ. നമുക്കുള്ളിൽ നമുക്ക് വളരാം. കാഴ്ചകളൊക്കെ നമ്മെ വളരാൻ പ്രേരിപ്പിക്കണം. ആൻഡ് വിറ്റ്നസ് ദ സൈറ്റ്, ആ കാഴ്ചയെ സാക്ഷീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ. ഈ അവസരത്തിന് എൻ്റെ പ്രിയപ്പെട്ട എബ്രഹാം തോമസ് അച്ഛനോട് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ സശ്രദ്ധം കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.